സ്നേഹനിധികളായ ഈ പ്രദേശത്തുള്ള രക്ഷിതാക്കൾ, ഈ എളിയ പൊതുയോഗം നിയന്ത്രിക്കുന്ന ബഹുമാന്യനായ അധ്യക്ഷൻ ഉൾപ്പെടെ വേദിയിലും വേദിക്ക് പുറത്തുമുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും മറ്റു പോഷക സംഘടനകളുടെയും സമാദരണീയരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നമസ്കാരം. സർവോപരി 1978 മുതൽ 1999 നവംബർ മാസം 21-ാം തീയതി വരെ നീണ്ട 21 വർഷക്കാലം എന്നോടൊപ്പം പ്രവർത്തിച്ച, അല്ലെങ്കിൽ ഞാൻ അവരോടൊപ്പം പ്രവർത്തിച്ച എൻ്റെ പഴയകാല സുഹൃത്തുക്കളായ CPM സഖാക്കൾ ആരെങ്കിലും അകലെ നിന്നാണെങ്കിൽ പോലും ഈ പൊതുയോഗം വീക്ഷിക്കാനോ ശ്രവിക്കാനോ എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ അത്തരത്തിൽ എത്തിപ്പെട്ട എൻ്റെ പഴയകാല സുഹൃത്തുക്കൾക്ക് ഇന്ന് ഈ എളിയവൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടി ഒരു വിപ്ലവ പാർട്ടി അല്ല എന്നുള്ളത് കൊണ്ട് വിപ്ലവം കുറഞ്ഞ അഭിവാദ്യങ്ങളും. അപ്പൊ എല്ലാ അർത്ഥത്തിലും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നൊന്നായി രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യത്തിനൊപ്പം മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ഗവൺമെന്റിനെതിരെ ഒന്നും പറയാൻ സാധിക്കാതെ ഈ ഗവൺമെന്റിനെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എതിരെ നേരിട്ട് ആശയപരമായി നേരിടാൻ കഴിയാതെ വന്നപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ, വിശിഷ്യ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആശയ പ്രചരണ രംഗത്ത് നിന്ന് പിറകോട്ട് പോയി ആയുധ പ്രചരണ രംഗത്ത് മുന്നോട്ട് വരുന്ന ചിത്രമാണ് വർത്തമാനകാല കേരളം കണ്ടത്. അത് ബഹുമാന്യനായ സലാം സാഹിബ് സൂചിപ്പിക്കേണ്ടായി. എന്തുകൊണ്ട് CPIM എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെ ആയിപ്പോയി? എന്റെ ശബ്ദം കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഉണ്ടാവും. കാര്യം എന്താ വെച്ചാൽ എന്റെ പഴയകാല സുഹൃത്ത് ഇബ്രാഹിംകുട്ടിയുടെ നാടാണിത് എന്ന് എനിക്കറിയാം. ആരെങ്കിലും ഒരാളുണ്ടാവും. എന്തുകൊണ്ട് സഖാവെ CPIM എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെ ആയിപ്പോയി? അതാ പരിശോധിക്കേണ്ടത് നിങ്ങൾ. അതിനൊരു വ്യക്തമായ കാരണം. എന്താ കാരണം? CPIM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ഇന്ന് നിലവിലില്ല. അതാണ് ഇതിന് കാരണം. ഇത് തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിൽ സഖാവ് പരമേശ്വരൻ അമ്പ്രാന്തിരിയും അഹമ്മദ് കുട്ടി മാഷും ഒക്കെ നേതൃത്വം കൊടുത്ത CPIM എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായിരുന്ന രാജ്യത്ത് വന്നുകൊണ്ട് അയ്യപ്പൻ കോണാടൻ ഇത് പറയുമ്പോ ചില സഖാക്കളെങ്കിലും ധരിക്കും ഇവനെന്തോ മുസ്ലിം ലീഗിന്റെ വേദി കയറിയപ്പോ വിഡ്ഢിത്തം പറയുന്നു എന്ന് ചിന്തിക്കുന്ന സഖാക്കൾ ഉണ്ടായേക്കാം. സ്വാഭാവികമാണ്. ഞാൻ പറയുന്നു CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇന്ന് നിലവിലില്ല. ഞാൻ അതില്ല എന്ന് സമർത്ഥിക്കുന്ന കാര്യം ബോധ്യപ്പെടണമെങ്കിൽ ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താത്വിക നിഗമനങ്ങളെ കുറിച്ച് അറിവുള്ള സഖാക്കളാവണം. കുറഞ്ഞപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവത്തെ കുറിച്ചെങ്കിലും അറിയുന്ന സഖാക്കളാണെങ്കിൽ അവർക്ക് ബോധ്യപ്പെടും. അല്ലാതെ പഴയ കാലത്തെ നമ്മുടെ സോഡ കുപ്പിനുള്ളിൽ കോട്ടി കുടിക്കാമായിരുന്ന ചില DYFIക്കാർ കുട്ടികളെ നമ്മളെ നാട്ടിൻപുറത്ത് കാണാൻ പറ്റും. അവർക്ക് സംഗതി പിടികിട്ടൂല. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കുപ്പിക്കും അറിയില്ല, ഓട്ടിക്കും അറിയില്ല എങ്ങനെ അതിനുള്ളിൽ പെട്ടത്. ഇനി രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ കുപ്പി പൊട്ടണം, അല്ലെങ്കിൽ ആരെങ്കിലും പൊട്ടിക്കണം. കേരളത്തിലുടനീളം കുപ്പി താനെ തകർന്ന് തരിപ്പണമാകുന്ന ചിത്രമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടയം പത്തനംതിട്ട ജില്ലക്കടുത്ത് എരുമേലിയിൽ വാവരുസ്വാമിയുടെ പള്ളിക്ക് തൊട്ടടുത്തായിരുന്നു ഒരു പൊതുയോഗം. അവിടെ ഒരു 16,000-ഓളം വരുന്ന ആളുകൾ ഒരു പൊതുയോഗം. ഇവിടെ കുറവാ. മലപ്പുറത്ത് അറിഞ്ഞിട്ട് കാര്യമില്ല, ലീഗ് കുറവാപ്പോ. വന്നത് മുഴുവൻ നല്ല കരകളഞ്ഞ സഖാക്കള്. ഞാൻ പറഞ്ഞു വന്നത് CPIM എന്ന് പറയുന്ന പാർട്ടി നിലവിലില്ല ഇല്ല എന്ന് പറയുമ്പോ ഈ സാധനം ഉണ്ടാവണല്ലോ കൂട്ടരെ. ഇതെന്നാ ഉണ്ടായത്? എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും സഖാക്കൾ ഉണ്ടെങ്കിൽ ഒരു തുണ്ട് പേപ്പർ എടുത്ത് നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോടോ തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോടോ അതുമല്ലെങ്കിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറി സഖാവ് PP വാസുദേവൻ സഖാവിനോടോ അതുമല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ സഖാവിനോടോ അതുമല്ലെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് പ്രകാശ് കാരാട്ട് സഖാവിനോടോ ചോദിക്കുക, സഖാവേ, നേതാവേ, ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിന്റെ കിഴക്കൻ മേഖലയായ പെരുമണ്ണാക്ലാരി പഞ്ചായത്തിനകത്ത് ഒരു അയ്യപ്പൻ കോണാടൻ മുസ്ലിം ലീഗിന്റെ പൊതുയോഗത്തിൽ വന്നിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇത് ശരിയാണോ എന്ന് ചോദിക്കുക.
ചോദിച്ചിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിയല്ല, തെറ്റാണ്, ഇതാണ് ശരി, അയ്യപ്പൻ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്, ഇതാണ് ശരി എന്ന് സമർത്ഥിക്കാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഈ മലയാളക്കരയിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഖാവെ, അന്ന് ഞാൻ എന്റെ രാഷ്ട്രീയ പണി അവസാനിപ്പിച്ചുകൊണ്ട് താൻ പറയുന്നത് എന്ത് പണിയും എടുക്കാം ആധികാരികമായിട്ടാണ് പറയുന്നത്. CPIM ഇല്ല എന്ന് പറഞ്ഞത് എന്നാ CPM ഉണ്ടായത്? CPIM എന്ന് പറയുന്ന പാർട്ടി രൂപം കൊണ്ടത് 1964 ഏപ്രിൽ മാസം 11-ാം തീയതി. എന്റെ ശബ്ദം കേൾക്കുന്ന ഹൈന്ദവ സഖാവിന് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാൽ മീനമാസം 28-ാം തീയതി CPIM-നകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മുസ്ലിം നാമധാരികളായ സഖാക്കളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. റബീഉൽ അവ്വൽ 19-ന് മുസ്ലിം നാമധാരികളെ അയ്യപ്പൻ കോണാടൻ അറിയാതെ പറഞ്ഞതല്ല, മനഃപൂർവ്വം ബോധപൂർവം. എന്തുകൊണ്ട്? എന്റെ പ്രിയ സ്നേഹിതനും സഹപാഠിയുമായ KT ജലീൽ പറയുന്നു മുസ്ലിം ലീഗ് പാർട്ടി വർഗീയ പാർട്ടിയാണ് എന്ന്. സഖാവ് TK ഹംസാക്ക പറയുന്നു മുസ്ലിം ലീഗ് പാർട്ടി വർഗീയ പാർട്ടിയാണ് എന്ന്. എന്തിനധികം പറയുന്നു പ്രിയമുള്ളവരെ, നിങ്ങളുടെ നാട്ടുകാരനായ എന്റെ പ്രിയ സുഹൃത്ത് ഇബ്രാഹിം കുട്ടിയും പറയുന്നു മുസ്ലിം ലീഗ് പാർട്ടി വർഗീയ പാർട്ടിയാണ് എന്ന്. എന്നാൽ ഈ മുസ്ലിം സഖാക്കളായ നേതാക്കൾ മുസ്ലിം ലീഗ് പാർട്ടിയെ വർഗീയ പാർട്ടി എന്ന് ആരോപിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ 65 വർഷത്തെ രാഷ്ട്രീയ ചരിത്രമെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നാളിതുവരെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു സാധാരണ പ്രവർത്തകൻ തൊട്ട് അങ്ങ് അഖിലേന്ത്യാ നേതൃത്വത്തിലിരിക്കുന്ന ഒരാളുടെ പേര് വരെ ഒരു വർഗീയ വിധ്വംസക പ്രവർത്തനത്തിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ ഈ മുസ്ലിം നാമധാരികളായ സഖാക്കൾക്ക് ഇന്നുവരെ സാധിച്ചിട്ടില്ല. എന്നിട്ട് പോലും ഇവർ മുസ്ലിം ലീഗ് പാർട്ടി വർഗീയ പാർട്ടി എന്ന് ആക്ഷേപിക്കുന്നു, ആരോപിക്കുന്നു. സഖാവ് TK ഹംസാക്കാനെ പോലുള്ള ആളുകൾക്ക് മുസ്ലിം ലീഗ് പാർട്ടി വർഗീയ പാർട്ടി എന്ന് ആക്ഷേപിക്കാൻ, ആരോപിക്കാൻ ഉതകുന്ന ചേതോ വികാരം എന്ത് കൂട്ടരെ? എന്താ വികാരം? അത് മറ്റൊന്നുമല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്നതിൽ മുസ്ലിം എന്ന പദപ്രയോഗമുണ്ട്. ഇതാണ് കാരണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്നതിൽ മുസ്ലിം എന്ന പദപ്രയോഗമുള്ളത് കൊണ്ടാണ് മുസ്ലിം ലീഗ് പാർട്ടിയെ വർഗീയ പാർട്ടി എന്ന് ആക്ഷേപിക്കുന്നത്, ആരോപിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ചോദിക്കട്ടെ എന്റെ പ്രിയ സ്നേഹിത മുസ്ലിം സഖാവേ, താങ്കൾ മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത കേവലം നാമധാരി മാത്രമാണ് എന്ന് നിങ്ങളുടെ ഭാഷയിൽ അമുസ്ലിമായ അയ്യപ്പൻ കോണാടൻ ആക്ഷേപിച്ചാൽ ഈ രാജ്യത്തെ TK ഹംസ സഖാഫിമാർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം എന്താ കൂട്ടര്? ലോകത്ത് ഇന്നിവരെ പുറത്തിറങ്ങിയ മുഴുവൻ ഡിക്ഷണറി എടുത്ത് പരിശോധിച്ചോ, ഏത് ഭാഷയാവട്ടെ, മുസ്ലിം എന്ന വാക്കിന്റെ പച്ച മലയാളത്തിലുള്ള അർത്ഥം കരുണയുള്ളവൻ എന്നാണ്. അതുകൊണ്ടാണല്ലോ കാബാലികരെ നിങ്ങൾക്ക് ലാൽസലാം, ഇനിയുള്ള കാലം കരുണയുള്ളവന്റെ കൂടെ കൂടി ഞങ്ങൾക്ക് മനുഷ്യരായി ജീവിക്കണമെന്ന തീരുമാനമെടുത്തുകൊണ്ട് കേരളക്കരയിൽ വരുന്ന ആയിരക്കണക്കിന് വരുന്ന ഹൈന്ദവ സഹോദരന്മാർ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ ഹരിത പതാകയുടെ വാഹകരായി കേരളക്കരയിലാകെ മാറിയത്. മാത്രവുമല്ല, ഇന്ത്യ മഹാരാജ്യത്തെ 3.5 ലക്ഷത്തോളം ഗ്രാമാന്തരങ്ങളിലെ മനുഷ്യ മനസ്സുകളിൽ അധിവസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പ്രസ്ഥാനം ഇന്ത്യൻ മതേതരത്വത്തിന് അനിവാര്യ ഘടകമാണ് എന്ന് പറഞ്ഞ് മാറോട്ട് അടക്കി പിടിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് 64 ഏപ്രിൽ 11-ന് CPM രൂപീകരിക്കപ്പെട്ടത് എന്തിന്റെ പേരില്ല? CPIയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും 32 പേര് ഇറങ്ങി വന്നുകൊണ്ടാണ് CPM രൂപീകരിക്കപ്പെട്ടത്. ആ 32 പേരിൽ 31 പേരും മരണപ്പെട്ടു പോയി. ഒരേ ഒരു മനുഷ്യൻ മാത്രമാണ് ഇന്ന് ജീവിച്ചിരിപ്പുള്ളത് കൂട്ടരെ. അതേതാണ്ട് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ കസേരക്ക് അടുത്ത് വരെ പോയി വരാറുണ്ട്, ഒരിക്കലും അതിൽ ഇന്ന് വരെ ഇരുന്നിട്ടില്ല. ഈ 32 പേര് അന്ന് പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞതല്ല. 1964 ഏപ്രിൽ 11-ന് CPIM എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുമ്പോൾ അതിന്റെ പാർട്ടി പരിപാടിയിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയാൻ പോണത്. 2 കാര്യങ്ങളാണ് പ്രധാനമായി പറഞ്ഞത്. CPIയുടെ സാർവദേശീയ ജനാധിപത്യ വിപ്ലവം കൊണ്ട് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് ഇന്ത്യ രാജ്യത്തിന് അഭികാമ്യം. ആ ജനകീയ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കണമെങ്കിൽ ഇന്ത്യൻ തൊഴിലാളി വർഗം ആധികാരികമായി 2 കാര്യങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്നാണ് CPIMന്റെ പ്രഥമ പാർട്ടി പരിപാടിയിൽ പറയുന്നത്. ഒന്നാമത് പറഞ്ഞ കാര്യം എന്താ? ഇന്ത്യയിലെ കുത്തക മുതലാളിത്തം ഇന്ത്യയുടെ മണ്ണിൽ വളരാൻ അനുവദിച്ചുകൂടെന്ന് മാത്രമല്ല, നിലവിലുള്ളവയെ ഉന്മൂലനം ചെയ്യണം. ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യണമെന്ന്. ഉദാഹരണമായി അന്ന് 32 സഖാക്കൾ ഈ രാജ്യത്ത് ചൂണ്ടിക്കാണിച്ച ഇന്ത്യൻ കുത്തകന്മാരാരൊക്കെയാ? ടാറ്റ,
ബിർള, മഫത്ലാൽ, ഗോയങ്ക, ഗോളിയാർ തുടങ്ങിയ വിരലിലെണ്ണാവുന്ന ഇന്ത്യൻ കുത്തക മുതലാളിത്തത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞത്, ഈ കുത്തക മുതലാളിത്തത്തെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ വളരാൻ അനുവദിച്ചുകൂടാ, ഇവയെ ഉന്മൂലനം ചെയ്യണം. അങ്ങനെ പറഞ്ഞ നിങ്ങളുടെ CPM ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? സഖാവെ പരിശോധിക്ക. നോക്കൂ, നിങ്ങള് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ കേവലം 42 കോടി രൂപ മാത്രം ആസ്തി ഉണ്ടായിരുന്ന ടാറ്റ ഇന്ന് ലോക മുതലാളിത്ത ശ്രേണിയിൽ വമ്പനാണ്. ആ വമ്പനാകുന്ന രത്തൻ ടാറ്റയെ ആനയും അമ്പാരിയും കൊണ്ടുവന്ന് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോയി കുടിവെച്ചത്, പ്രിയമുള്ളവരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനത്തല്ല. ഉന്മൂലന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ രചിച്ച ഏകാത്മ മാനവവാദം എന്ന പുസ്തകം വേദഗ്രന്ഥമാക്കിക്കൊണ്ട് ഇന്ത്യ മഹാരാജൻ രാമരാജ്യമാക്കണമെന്ന് വാദിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കാരൻ ഭരിച്ച ഒരു സംസ്ഥാനത്തേക്കല്ല, നേരെ മറിച്ച് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ അടിപ്പേരവകാശം തങ്ങളിൽ നിക്ഷിപ്തമാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 34.25 കൊല്ലം ഭരിച്ച ബംഗാളിന്റെ മണ്ണിലാണ് വിവരം കെട്ട ഡിവൈഎഫ്ഐക്കാരെ കൊണ്ടുപോയി കുടിവെച്ചത്. ആ ഗ്രാമത്തിന്റെ പേരാണ് നന്ദിഗ്രാം. അപ്പൊ ഇന്ത്യൻ കുത്തക മുതലാളിത്തത്തെ ഉന്മൂലനം ചെയ്യാൻ രൂപം കൊണ്ട CPM എന്ന് പറയുന്ന പാർട്ടിക്ക് രത്തൻ ടാറ്റ സ്വീകാര്യനായി എന്ന് പറഞ്ഞാൽ ആ പാർട്ടി നിലവിലുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. രണ്ടാമത് പറഞ്ഞ കാര്യം എന്താ? ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തെ പോലെ തന്നെ വിദേശ മൂലധനം ഇന്ത്യയുടെ മണ്ണിലേക്ക് കടന്നു വരാൻ ഇന്ത്യൻ തൊഴിലാളി വർഗം യാതൊരു കാരണവശാലും അനുവദിച്ചുകൂടാ. അഥവാ കടന്നു വരികയാണെങ്കിൽ അതിനെ നഖശികാന്തം എതിർത്തു തോൽപ്പിക്കണമെന്നാണ് CPIM-ന്റെ പാർട്ടി പരിപാടിയിലെ രണ്ടാമത്തെ കാര്യം. അങ്ങനെ പറഞ്ഞ നിങ്ങളുടെ പാർട്ടിയോ? പ്രിയമുള്ളവരെ പരിശോധിക്ക. കൃത്യമായി പറഞ്ഞാൽ 3 വർഷം 2 മാസം 17 ദിവസം ഇന്തോനേഷ്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സുഗാർത്തോ, ഭരണാധികാരിയായിരുന്ന സുഗാർത്തോ മരണപ്പെട്ടിട്ട്, സുഗാർത്തോ മരണപ്പെട്ട സമയത്ത് ഈ രാജ്യത്തെ ദൃശ്യമാധ്യമങ്ങൾ ആകെ കാണിച്ചു, വർത്തമാന പത്രങ്ങൾ ആകെ എഴുതി. മലയാളികളായി നമ്മൾ വായിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ പത്രങ്ങളായ മനോരമ, അത് കമ്മ്യൂണിസ്റ്റുകാരനും ഡിവൈഎഫ്ഐക്കാരനും മഞ്ഞ പത്രമാണ്, ഈ വിഷയത്തിലെ പത്രം മാറ്റിവെച്ചേക്ക്. മാതൃഭൂമി അവർക്കിന്ന് മൂർച്ച പത്രമാണ്, ഈ വിഷയത്തിൽ ആ പത്രവും മാറ്റിവെച്ചേക്ക്. ചന്ദ്രിക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഏക ജിഹ്വയാണ്, ഈ വിഷയത്തിൽ ആ പത്രവും മാറ്റിവെച്ചേക്ക്. മാധ്യമം ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പത്രമാണ്, ഈ വിഷയത്തിൽ ആ പത്രവും മാറ്റിവെച്ചേക്ക്. തേജസ്, അതിന്റെ പാർട്ടിക്കാരന്റെ പേര് ഞാൻ പറയൂല, പേടി കൊണ്ടല്ല, കാരണം ഞാനത് പറയുന്നതിൽ അടക്കാവും ചിലപ്പോ ആ സാധു അവന്റെ പാർട്ടിയുടെ പേര് മാറ്റുക എന്ന സംശയമുള്ളത് കൊണ്ട് തൽക്കാലം ഈ വിഷയത്തിൽ ആ പത്രവും മാറ്റിവെച്ചേക്ക്. എന്നാൽ എന്റെ പ്രിയ സ്നേഹിതൻ KT ജലീലിനെ പോലെയുള്ള മുസ്ലിം സഖാക്കളുടെ ഇപ്പോഴത്തെ ദീനിയാത്ത് എന്നറിയപ്പെടുന്ന ദേശാഭിമാനി പത്രം മാത്രം എടുത്ത് വായിക്കുക. ദേശാഭിമാനി സുഗാർത്തോയുടെ മരണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തതെന്താ? ദേശാഭിമാനി പറയുന്നു, 8 ലക്ഷത്തോളം വരുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ഇന്തോനേഷ്യയുടെ മണ്ണിൽ ക്രൂരമായി വെടിവെച്ചു കൊന്ന ക്രൂരനായ വർഗീയവാദിയായ ഭരണാധികാരിയായിരുന്നു സുഗാർത്തോ എന്ന്. ആ സുഗാർത്തോയുടെ അനന്തരവനും സന്തത സഹചാരിയുമായ സെലിം ഗ്രൂപ്പ് എന്ന് പറയുന്ന വിദേശ മൂലധനക്കാരൻ പിടിമുറുക്കിയത്, പ്രിയമുള്ളവരെ, തൊഴിലാളി വർഗത്തിന്റെ കണ്ണീരൊപ്പുന്ന പാർട്ടി എന്ന് പറയുന്ന CPIM 33.25 കൊല്ലം ഭരിച്ച ബംഗാളിന്റെ മണ്ണിലാണ്. ഗ്രാമത്തിന്റെ പേരാണ് നെറിക.